കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ്, അമ്പാടിയിലെ ഏത് രൂപം എടുത്തിട്ടാണ് ഭഗവാൻ നമ്മളെ കാത്തു നിൽക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നോക്കാൻ പോകണ്ടേ? ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു, അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ പോയി വരുമ്പോൾ കിഴക്കേ നടയിൽ വന്നിട്ട് നേരെ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരിക. അങ്ങനെ വരുമ്പോൾ നേരെ വന്ന് അത്തിമര ഗണപതിയുടെ അവിടെ വന്നിട്ട് ഒന്ന് തൊഴുക. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ആ ഗണേശനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വന്ന ആ കൊടിമരം കാണാം. അതിൻ്റെ മുൻപിൽ ഇങ്ങനെ വലിയ ബലിക്കല്ല് കാണാം. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ ആ രണ്ട് കൊമ്പുകൾ സ്വർണം പതിച്ചത് ഇങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ അകത്തേക്ക് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ പീഠം ഒന്ന് നോക്കി തൊഴാം. അതേപോലെ വലതേ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആദ്യത്തെ തൂണും നോക്കിയിട്ടൊന്ന് സ്മരിക്കാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിതയാണെന്നറിയോ. ആ സ്വർണ്ണ വിളക്കിലും വെള്ളി വിളക്കിലൊക്കെ ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുള്ള ആ കത്തിക്കുന്ന ആ ദീപപ്രഭ ഇങ്ങനെ തിളങ്ങുകയാണ്. ആകെ ഒരു പ്രകാശ. അങ്ങനെ ഭഗവാന്റെ മേലൊക്കെ ഉള്ള ആ സ്വർണ്ണ ഗോപികളും സ്വർണ്ണ ഓടക്കുഴലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതാണ് ആ കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ഭഗവാന്റെ കാൽപാദം കാണാണ്ട്, കാൽപാദങ്ങൾ കാണാണ്ട്, ചെറിയ കാൽത്തളകൾ കണ്ട ചെറിയൊരു ഉണ്ണി കേട്ടോ. ആ വിഗ്രഹത്തിൻ്റെ പകുതിയോളം ഉള്ളൂ, ഏകദേശം പകുതി തന്നെ ഉള്ളൂ എന്നറിയാം. ചെറിയ ഒരു ചെലുന്നനുള്ളൊരു ഉണ്ണി, അധികം തടിയൊന്നുമില്ല, ചെറിയ ഒരു ഉണ്ണി. എത്രയെന്ന് പറയുക, ഒരു വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ തടിയൊന്നും ഇല്ലാത്തൊരു ഉണ്ണിയാണ്, ചെറിയൊരു ഉണ്ണി. അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണിയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ പട്ടുകോണൊക്കെ ഇങ്ങനെ ഉടുത്ത് അങ്ങനെ ആ അരമണിയൊക്കെ ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ ചാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല അത് ചാർത്തിയിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു സ്വർണ്ണ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കൈവളകൾ, അങ്ങനെ തോൾവളകൾ കാണാണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റത്തൊരു സ്വർണ്ണ ഗോപി, വലത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയെ തിരുകിയിട്ട് അരയിൽ വെച്ചെണ്ണ അരയിലിങ്ങനെ കുത്തി നിൽക്കുക. ഞാനൊരു പാവം കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. ഒരു വികൃതിയും അടിക്കില്ല. ഞാൻ അമ്മ പറഞ്ഞതൊക്കെ കേൾക്കണ ഒരു കുട്ടിയാണ് കേട്ടോ. നല്ല ഉണ്ണിയാണ്. എനിക്ക് അമ്മ ഒക്കെ തന്നാൽ മതി, ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ, ഇനി എവിടേക്കും പോയിട്ട് ഒന്നും എടുക്കില്ല കേട്ടോ എന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കണ ഒരു പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് എന്ത് രസമാണെന്നറിയാം പുഞ്ചിരി കാണാൻ. കണ്ണൻ്റെ ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷമാവും. അത്ര മേലെ ഹൃദയസ്ഥമായ ഒരു ഹൃദയം, എന്താ പറയുക, ഹൃദയത്തിൽ നിന്ന് വരുന്ന പോലത്തെ പുഞ്ചിരിയാണ്. മുഖത്തെ ഭക്തരെയൊക്കെ കണ്ടിട്ട് എല്ലാവരും പ്രസന്ന ഭാവത്തോട് കൂടിയിട്ട് അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. ആ നിഷ്കളങ്കമായ ഭാവത്തിലാണ്. കുസൃതി ഒന്നുമില്ല, ഞാനൊന്നുമില്ല, ഞാൻ ചെറിയ ഉണ്ണിയാണ്, ഒന്നും ചെയ്യില്ല, എല്ലാം അമ്മ പറഞ്ഞ് കേൾക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ഇന്നത്തെ ആ ഒരു കാഴ്ച. അതേപോലെ സ്വർണത്തിൻ്റെ ആ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, അതേപോലെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. പിന്നെ കാണാനുള്ളത് ഉണ്ടമാലകളാണ്. ഉണ്ടമാലകൾ എന്ന് പറഞ്ഞാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചിയായിട്ട് തന്നെ, അങ്ങനത്തെ 2 എണ്ണം ഒരേപോലെ തന്നെ. പിന്നെ മുകളിൽ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകൾ 4-5 എണ്ണം ഉണ്ട്. അതെന്താ വെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട തുളസിയും അതേപോലെ താമരമാലകളും, അങ്ങനെ ഇടയിൽ താമരയും ചേർത്തിട്ടാണ്. അങ്ങനത്തെ അതാണ് കാഴ്ച. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ എത്തിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക.
മനസ്സുകൊണ്ട് അവിടെ വന്നിട്ട് ആ ഗുരുവായൂരപ്പനെ, ആ ഉണ്ണിക്കണ്ണനെ, ആ പൊന്നോടക്കുഴൽ പിടിച്ച് വെക്കുന്ന ചെറിയ പൊന്നുണ്ണിയെ, കുഞ്ഞുണ്ണിയെ കണ്ട് തൊഴുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുത് പിന്നെ ഇങ്ങനെ വരുമ്പോൾ ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വരുന്നത് ഗണേശൻ്റെ അടുത്തേക്ക്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴോ നല്ല അലങ്കാരമായിട്ടുണ്ട്. നല്ല മഞ്ഞ പട്ടും ഉടുപ്പിച്ചിട്ടുണ്ട് അരയിൽ. അതിൻ്റെ മുകളിൽ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുഖത്തൊക്കെ നന്നായിട്ട് നല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ എല്ലാ ഭാഗവും നല്ല രസമായിട്ടുണ്ട്. കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, വലിയൊരു പതക്കം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. ഗണേശനെ കാണാനും അതിസുന്ദരനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടുന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ വരാഹത്തിൻ്റെ അവിടെ ഒരു സൈഡിൽ നോക്കിയാൽ നമ്മുടെ കുറൂരമ്മേനെയും ഉണ്ണിക്കണ്ണനെയും കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വാമനരൂപിയെ കണ്ട് തൊഴാം. ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ശില്പം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെയാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് നോക്കിയാലേ നിറയെ മാലകളാണ്. ഒരുപാട് മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. താമര പൂവുണ്ട്, തുളസിയുണ്ട്, അതേപോലെ ചെണ്ടുമല്ലിയുണ്ട്, വാടാമല്ലിയുണ്ട്. അങ്ങനെയൊക്കെ പാടുള്ള മാലകളായിട്ടാണ് ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല മാത്രമുണ്ട്. അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ട് തൊഴാം. അവിടെ കുറച്ച് ഭസ്മാഭിഷേകത്തിൻ്റെ ഇത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ 2 വെറ്റിലമാല ഉണ്ട്, അതേപോലെ ഒരു ലിഖിത മാലയുണ്ട്, പിന്നെ കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ കൊടിമരം നോക്കി തൊഴാം. പിന്നെ നൃത്ത അറയിലേക്കും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അവിടെയൊക്കെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ ഭഗവതീനെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ തൊഴാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഭഗവതി ഇങ്ങനെ നല്ല മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് ചെറിയൊരു ഉണ്ണിയുടെ മാതിരി തന്നെ ചാർത്തിയാണ്. നല്ല തേജസ്സായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. കണ്ണൊക്കെ എഴുതി ഇങ്ങനെ ചെറിയ കണ്ണ്, നല്ല വട്ട കണ്ണ്, അങ്ങനെ മേലെയൊക്കെ പിരിയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു പൊട്ട് തൊടിയിപ്പിച്ചിട്ടുണ്ട്, വലിയ വട്ടപ്പൊട്ട്.
അങ്ങനെ നല്ല മനോഹരമായിട്ട് നല്ല സാരി ഉടുപ്പിച്ചിട്ടുണ്ട്, പട്ട് സാരി ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മാലകൾ ചാർത്തിയിട്ടുണ്ട്, നല്ല കാശിമാല പോലത്തെ മാല, സ്വർണത്തിൻ്റെ മാല ഉണ്ട്. നല്ല രസമായിട്ടുണ്ട് കാഴ്ച കേട്ടോ. അപ്പോൾ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്യുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. ആ പൊന്നുണ്ണിയെ, ചെറിയ കുഞ്ഞുണ്ണിയെ കണ്ട് തൊഴാനേ മതിയാവാത്ത, എത്ര കണ്ടാലും മതി വരില്ലല്ലോ. അതിനുശേഷം നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് ആ കെടാവിളക്ക് നോക്കി തൊഴുത് ഒന്ന് നമസ്കരിച്ച് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക. അയ്യപ്പൻ്റെ അടുത്ത് വന്നാലോ അവിടെയും നല്ല കിരീടമൊക്കെ വെച്ച് മുഖത്തൊക്കെ ഇങ്ങനെ ഭാവമായിട്ട് ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. മേലെ അസകലൊന്നുമില്ല കേട്ടോ, മുഖം മാത്രം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചെവിപ്പൂക്കളൊക്കെ ഉണ്ട്, വലിയ മാലകളുണ്ട്, നല്ല പൊന്നിൻ്റെ തിളക്കമുള്ള പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അർച്ചന പ്രസാദം ധാരാളമുണ്ട്, അർച്ചനപ്പൂക്കൾ. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് കുളത്തിൽ രുദ്രതീർത്ഥത്തിലുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നെ നേരെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹവും നോക്കാം. അതുപോലെ ചെറിയ വിഗ്രഹങ്ങളും അവിടെ ഭജനയൊക്കെ പാടണമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നേരെ നമ്മൾ ഭഗവതിയുടെ നടയിൽ വന്ന് ഒന്നുകൂടി തൊഴുത് നേരെ നമ്മൾ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലുള്ള അതിലൂടെ ഒന്നുകൂടി നോക്കിയാൽ നമ്മുടെ കുഞ്ഞുണ്ണിയെ ഒന്നുകൂടി കാണാം. അത് കണ്ട് അവിടെ നിന്ന് തൊഴുത് നേരെ കൂവളത്തിൻ്റെ അടുത്തേക്ക് വരിക. കൂവളത്തിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ആ ഗരുഡൻ ഇങ്ങനെ പറക്കണു കേട്ടോ, കൃഷ്ണപ്പരുന്ത്. അതും ഒരു പ്രത്യേക നിമിത്തം തന്നെ. നമ്മൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ പറയിക്കണത് കണ്ടാലേ നമുക്കറിയാതെ വീണ്ടും ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉള്ള പോലെ തന്നെ തോന്നും. നല്ല കാഴ്ച തന്നെയാണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ആ വരവ്. അപ്പോൾ എല്ലാവർക്കും അവരവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.